ദ ജേർണലിസ്റ്റിലേക്ക്. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ ഒരു വശത്ത് ശക്തമാകുന്നതിനിടെ ഇസ്രായേലിന് വലിയ ഭീതിയായിക്കൊണ്ട് അല്ലെങ്കിൽ ഭീതി ഉയർത്തിക്കൊണ്ട് ഹൂത്തികളുടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 15-ാം തീയതി ഇത്തരത്തിലൊരു ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഹൂത്തികൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടി ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹൂത്തികൾ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ വാങ്ങുന്നുവെന്നും ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ സ്വന്തമാക്കാൻ പോകുന്നുവെന്നും ഈ ചർച്ചകൾക്ക് ഇടനിലക്കാരായി നിന്നത് ഇറാനാണെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായത് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ യമനിലെ ഹൂത്തി സംഘം കൂടുതലായി ആയുധങ്ങൾ സംഭരിക്കുന്നു, അതും ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും ശ്രേണി സ്വന്തമാക്കുന്നു എന്ന നിലയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന വാർത്തകൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് സമ്മർദ്ദം ശക്തമാക്കാൻ വേണ്ടിയാണ് ഹൂത്തികൾ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നായിരുന്നു അന്ന് വിലയിരുത്തലുകൾ വന്നത് എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ച ശേഷം അതിൽ പ്രധാനപ്പെട്ട ഉപരിതല ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ തന്നെ ആക്രമണം നടത്തുക എന്ന സ്ട്രാറ്റജിയാണ് ഹൂത്തികൾ നടത്താൻ പോകുന്നത് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ 18 പേർക്ക് പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ജനങ്ങൾ ഭയന്നോടുന്ന ദൃശ്യങ്ങൾ, ഇസ്രായേലിലെ ജനങ്ങൾ ഭയന്നോടുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഇസ്രായേലിലേക്കാണ് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ടെല്ലവീവിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രയോഗത്തിന് പിന്നാലെ വലിയ തോതിൽ സൈറനുകൾ ഉയർന്നു. കുട്ടികൾ ഉൾപ്പെടെ ജനങ്ങൾ, സാധാരണക്കാർ തലങ്ങും വിലങ്ങും ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഉപരിതല മിസൈലുകളാണ് അയച്ചത് എന്ന് റോയിറ്റേഴ്സ് ആണ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IDF-ഉം ഇങ്ങനെ ഒരു ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായോ ആളുകൾ മരിച്ചതായോ ഒന്നും ഈ സ്ഥിരീകരണത്തിനില്ല. മറിച്ച് ഒരു ആക്രമണം വന്നിട്ടുണ്ട്, അത് ഗൗരവതരമായി കാണുന്നു എന്ന് തന്നെയാണ് IDF അത് സ്ഥിരീകരിച്ചതിലൂടെ വ്യക്തമാകുന്നത്. അതായത് ഇസ്രായേലിന് പ്രഹരമേൽപ്പിക്കാൻ ഹൂത്തികൾ കുറെ കൂടി ശക്തമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ പല കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ഉണ്ടാകുന്നു, മറുവശത്ത് ഹൂത്തികളും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമായ മിസൈലുകൾ അയക്കുന്നു. ഹൂത്തികളെ സംബന്ധിച്ച് അവർ റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നു, അതിനുശേഷമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് എന്നുള്ളത് ഇസ്രായേലിന് കുറെ കൂടി ഭയപ്പാടുണ്ടാക്കുന്ന അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഹൂത്തികളെ അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്ന ഒരു സംയുക്ത സേന കുറെ നാളുകൾക്ക് മുൻപ് ചെങ്കടലിൽ വിന്യസിച്ചിരുന്നുവെങ്കിലും ഒന്നുമായില്ലെന്ന് മാത്രമല്ല, ഹൂത്തികൾ ഇപ്പോൾ കടന്നാക്രമണം നടത്തുകയാണ് ഇസ്രായേലിനുള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആരുടെ ഉൽപ്പന്നമാണ്? ഇറാനാണോ റഷ്യയാണോ ഈ മിസൈലുകൾ ഉണ്ടാക്കിയത്, ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കിയത്? ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് എത്തിക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പിറകെ വരുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഇസ്രായേലിന് ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട്, ആഘാതം വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൂത്തികളുടെ ഉപരിതല ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഭയചകിതരാക്കിയിരിക്കുന്നു ഇസ്രായേലിലെ ജനങ്ങളെ പ്രത്യേകിച്ചും. ഹൂത്തികൾ ഇനിയും കളത്തിലിറങ്ങിയാൽ എന്തും സംഭവിക്കാം. കാരണം പറഞ്ഞാൽ അത് ചെയ്യുന്നവരാണ് ഹൂത്തികൾ. ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ ഒറ്റ നീക്കത്തിലൂടെ, മിന്നൽ നീക്കത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിലെ തന്നെ വലിയൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ഹൂത്തികളാണ്. അവർ നടത്തുന്ന കപ്പലാക്രമണങ്ങൾക്ക് തടയിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക് പോലും എന്നുള്ളത് ഹൂത്തികൾ കൂടി കളത്തിലിറങ്ങി ഈ യുദ്ധം വഷളാകും എന്ന സാഹചര്യം നിലനിർത്തുകയാണ്. ഹൂത്തികൾ കളത്തിലിറങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ യുദ്ധം പോകാനുള്ള സാധ്യതയും വളരെയേറെയാണ്.